ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലലല ഫാമിലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെള്ളരിക്ക പുളിശ്ശേരിയാണ്. ഇലസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ പുളിശ്ശേരി. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായി പുളിശ്ശേരിക്ക് ആവശ്യമുള്ള ചേരുവകൾ എടുത്ത് വയ്ക്കാം. വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ടരിഞ്ഞത്, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങ ചിരകിയത് അരമുറി, തൈര് അധികം പുളിയില്ലാത്തത് അരക്കപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, കറിവേപ്പില, ഉള്ളി നൈസായി അരിഞ്ഞത്, വറ്റൽ മുളക്, ഒരു ചെറിയ കഷ്ണം കായം. ആദ്യമായി ചട്ടിയിലേക്ക് വെള്ളരിക്ക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത്, ഉപ്പ്, കായം എന്നിവ ഇട്ട ശേഷം 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. 10 മിനിറ്റ് മതിയാകും വെന്ത് കിട്ടാൻ. ആ സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയതും ജീരകവും ഉള്ളിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തിള വരുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി വയ്ക്കാം. അതിനുശേഷം തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഒഴിക്കാം. ഇനി അതിന് വേണ്ടുന്ന കടുക് താളിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം കടുക് ഇട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം, എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം വറ്റൽ മുളക്, കറിവേപ്പില എന്നിവ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്.